നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പഴം വെച്ചിട്ട് നല്ല എരിവുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും മധുരം ഒഴിവാക്കിയിട്ട് എരിവുള്ള പലഹാരങ്ങളോടാവും പ്രിയം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം, അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തത് എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴം എടുത്താൽ മതി. ഇതിനേക്കാൾ കുറച്ചുകൂടി പഴുപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പഴമെല്ലാം ഞെട്ടിയും അതുപോലെ ആ ഒരു വാൽഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് പൊളിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കത് വെന്ത് കിട്ടാനും എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൻ്റെ നാര് വെന്ത് കഴിഞ്ഞാൽ എടുക്കാനും ഈസിയാണ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതാ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക്, 7 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ 7 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 സവാളയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കറിവേപ്പിലയും, അതുപോലെ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ കുരുമുളക് പൊടിയും. അത് എരിവ് നോക്കിയിട്ട് നമ്മൾ പച്ചമുളക് എടുത്തതിൻ്റെ അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയ്ക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ബീഫ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള നാര് ആദ്യം ഇതുപോലെ ഒന്ന് ഒഴിവാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നാര് ഒഴിവാക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. മറ്റേതാവുമ്പോൾ നമുക്കത് ഉടച്ചെടുക്കുന്ന സമയത്ത് നാരുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇതുപോലെ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പഴമായതുകൊണ്ട് പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചില പഴം ഉണ്ടല്ലോ, ഒരു കല്ല് പോലുള്ള പഴം, അങ്ങനെ ഉള്ള പഴം നമുക്ക് ഇതുപോലുള്ള അമ്മിക്കല്ല് വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കളറായിട്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട്, നമ്മൾ ഉന്നക്കായൻ്റെ ഒക്കെ ആ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ.